പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ജില്ലയിലെ ഏക നീന്തൽ അക്കാദമിയായ നടവയലിൽ സ്ഥിതി ചെയ്യുന്ന ചെല്ലിവില്ല നീന്തൽ അക്കാദമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായി നമുക്കിവിടെ നീന്തൽ പഠിക്കാം എന്നുള്ളതാണ്. 15 ദിവസത്തെ കോഴ്സായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതിനൊരു നിശ്ചിത തുക ഫീസും വാങ്ങുന്നുണ്ട്. ഇവിടെ 2 ട്രെയിനേഴ്സ് നീന്തൽ അഭ്യസിപ്പിക്കുവാനായിട്ടുണ്ട്. ഫസ്റ്റ് യോഗ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷമാണ് പിന്നീടാണ് ജലത്തിലിറക്കുക. ശ്വാസം മേലോട്ട് വലിക്കുന്നു, 5 പ്രാവശ്യം വലിച്ചു പിടിക്കുന്നു. ഓക്കെ, ശ്വാസം എടുത്ത് കൈ ഇങ്ങനെ പൊക്കുന്നു. നന്നായിട്ട് ചെവിയോട് ചേർന്ന് വരണം. ചെവിയോട് ചേർന്ന് കൈ നന്നായിട്ട് ഇനി വരണം. വലിച്ച് തല ഉയർത്തണം. ചെവി ചേർത്ത് കൈ വീഴട്ടെ. എന്നാലും നേരെ പിടിക്കുന്നു. നേരെ മുട്ട് നിവരണം. എടുക്കുക. യോഗയ്ക്ക് ശേഷം വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം ആഴമുള്ള വലിയൊരു കുളമാണ്. ഇതിൽ ഇതേപോലെ സൈഡിൽ നിന്നുകൊണ്ട് ശ്വാസം പിടിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി നമ്മുടെ പേടി പൂർണ്ണമായി മാറ്റുക, വെള്ളവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുറച്ച് ടെക്നിക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നീന്തുവാനായിട്ട് അടുത്ത കുളത്തിലേക്ക് മാറ്റുന്നത്. എൻ്റെ പേര് ഗ്രേസി ഗ്രേഷ്യസ് എന്നാണ്. ഞാനിവിടെ യോഗ ക്ലാസ് എടുക്കുന്നു ആദ്യം. അത് കഴിഞ്ഞ് നീന്തൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ 10-15 വർഷത്തോളമായി നീന്തൽ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞങ്ങൾ യോഗ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് വെള്ളത്തിലിറങ്ങി ശ്വാസം പിടിപ്പിച്ച് കാലൊക്കെ അടിച്ച് അങ്ങനെ ഫ്ലോട്ടിങ് ചെയ്ത് അങ്ങനെ സേഫ് സോണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് നീന്തൽ എടുത്ത് നന്നായിട്ട് പഠിപ്പിച്ച് വിടുന്നു. ഫ്രീ സ്റ്റൈലും ബാക്ക് സ്ട്രോക്കും മാത്രം എടുക്കും. ബാക്കി ചാട്ടങ്ങളെല്ലാം നന്നായിട്ട് പഠിപ്പിച്ച് അത് 8 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഞങ്ങൾ പഠിപ്പിച്ച് വിടുന്നതാണ്. പിന്നെ പോലീസ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, പോലീസുകാർക്കും കൊടുക്കാറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ഫയർഫോഴ്സിനും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുമുണ്ട്. 8 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നീന്തൽ അക്കാദമിയോടനുബന്ധിച്ച് തന്നെ ഒരു ഫിഷിങ്ങിനൊരു സൗകര്യമുള്ള ഒരു വലിയൊരു കുളമുണ്ട്. അവിടെ ഒരു നിശ്ചിത തുക ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫിഷിങ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ബോട്ടിങ്ങിനുള്ള സൗകര്യം ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം നിലവിലില്ല. ഇനി അവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ കുളത്തിന് ചുറ്റും ഏക്കറുകളോളം പരന്നു കിടക്കുന്ന വലിയൊരു ബാംബു പാർക്കുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഓണറായ ചെല്ലിയിൽ ജോണേട്ടൻ നട്ടുപിടിപ്പിച്ചതാണ് ഈ ബാംബു പാർക്കും ഈ നീന്തൽക്കുളവും. അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെയൊരു നീന്തൽക്കുളം വയനാട്ടുകാർക്കായിട്ട് ഇവിടെ ഒരുക്കി തീർക്കുക എന്നുള്ളത്. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വയനാട്ടിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ചെല്ലിവില്ല നീന്തൽ അക്കാദമിയുടെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹലോ, എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ തൃക്കേപ്പറ്റ മുട്ടിൽ ഭാഗത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ നീന്തൽ പഠിക്കാൻ വേണ്ടി വന്ന് ഇപ്പോൾ ഒരു 5 ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം വന്ന ദിവസമൊന്നും നീന്താൻ പറ്റില്ല, പേടിയായിരുന്നു. ഇപ്പോൾ ഒരു 5 ദിവസമായപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇപ്പോൾ നീന്താനായി. എൻ്റെ പേര് നിവേദ്യ. ഞാൻ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ 5 ദിവസമായി ഇവിടെ നീന്താൻ വരാൻ തുടങ്ങിയിട്ട്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പിന്നെ മെല്ലെ മെല്ലെ പേടി ഇപ്പോൾ മാറി തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം നീന്താനൊക്കെ തുടങ്ങി. ചെല്ലിയിൽ ജോണിയേട്ടൻ നടവേലുകാരനൊക്കെ എല്ലാവർക്കും സുപരിചിതനാണ്. നടവേലിൻ്റെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നടവേലിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ, നടവേലിൽ തന്നെയല്ല, മലബാറിലെ വയനാട് ജില്ലയിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ പണിത് ചെല്ലിയിലെ ജോണിയേട്ടനാണ്. സെൻറ്റ് ആൻസ് ഹോസ്പിറ്റൽ ഇന്നും പുതുമയോടുകൂടി ആ ഹോസ്പിറ്റൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് മാനന്തവാടിയിലെ പാസ്റ്ററൽ
സെൻറ്റർ. ആ പാർസൽ സെൻറ്റർ പണിതതും ജോണിയേട്ടൻ തന്നെയാണ്. അതിൽ വിൻസെൻ്റേരി ഹോസ്പിറ്റലിൻ്റെ മാനന്തവാടി, ഇതൊക്കെ ആദ്യകാലത്തെ ബിൽഡിങ്ങുള്ള വയനാട്ടിൽ. ഇതിൻ്റെ എല്ലാം നിർമ്മാതാവ് അന്നത്തെ എഞ്ചിനീയറും ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ 89കാരനായ ചെല്ലിയിൽ ജോണിയേട്ടനാണ്. ഇപ്പോൾ ചെല്ലിയിൽ ജോണിയേട്ടൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു നടവേൽ ഇങ്ങനെ ഒരു നീന്തൽക്കുളവും അതിനോടനുബന്ധിച്ചുള്ള ഒരു ബാംബു പാർക്കും ഉണ്ടാക്കുക എന്നുള്ളത്. ഏകദേശം 2007 ചെല്ലി വില്ല അക്കാദമി എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു നീന്തൽക്കുളം ഇവിടെ ആരംഭിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്കിവിടെ കുട്ടികൾക്ക് ഇവിടെ നീന്തലിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിലെ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് 15 ദിവസത്തെ നീന്തൽ പരിശീലന ക്ലാസ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഏകദേശം 30 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂളുള്ളത്. ഒരു ദിവസം 2 മണിക്കൂർ വീതം 15 ദിവസത്തെ കോഴ്സാണ് ഇപ്പം കുട്ടികൾക്കായി കൊടുക്കുന്നത്. മുതിർന്നവർക്കും ഇവിടെ 40 മണിക്കൂർ നേരത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നീന്തൽ പരിശീലനത്തിന് വേണ്ടിയുള്ള. അതിൽ വയനാട്ടിലെ നീന്തൽ രംഗത്തുള്ള മുതിർന്ന ആൾക്കാരെല്ലാം നടവേലിൽ ചെല്ലിവില്ല അക്കാദമിയിൽ പഠിച്ച സ്റ്റുഡൻസും ആണ് ഇന്നിപ്പോൾ വയനാട്ടിലെ മെയിനായിട്ടുള്ള നീന്തലായിട്ട് രംഗത്തുള്ള പ്രഗത്ഭ ശോഭിച്ച് നിൽക്കുന്ന കുട്ടികൾ. ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഇവിടുത്തെ 15 ദിവസത്തെ കോഴ്സിനും അല്ലെ 20 ദിവസത്തെ കോഴ്സിനും നമ്മൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്പോർട്സ് കൗൺസിലുമായിട്ട് ടൈപ്പിലോടുകൂടി അവരുടെ മീറ്റുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ മീറ്റിൽ പങ്കെടുത്താൽ നമുക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കും, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം തന്നെ. ഇതിനോട് ചേർന്ന് തന്നെ ജോണിയേട്ടൻ്റെ വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഈ വെള്ളം കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനോട് ചുറ്റുമുള്ള ഇല്ലിക്കാടാണ്. നോക്കി ഇതിനെ ചുറ്റും നല്ല ഇല്ലിക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ജോണിയേട്ടൻ. അതിൽ ഏറ്റവും ആ ഇല്ലിക്കാട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെ ഉറവയുണ്ടാകുന്നത്. നീരുറവുണ്ട്, നാച്ചുറലായിട്ടുള്ള ഉറവയാണ് ഈ ഇല്ലിക്കാടിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് ഒരിക്കലും എത്ര വേനലായാലും വെള്ളത്തിന് ഇവിടെ ക്ഷാമമില്ല. നല്ല ശുദ്ധമായ വെള്ളം ഇതിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വെള്ളം നമ്മൾ തുറന്നു വിടുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, വെള്ളം വന്ന് ഫിൽറ്റർ ചെയ്ത് ഇവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തെ വലിയ കുളം എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ബോട്ടിങ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ ഫിഷിങ് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 50 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് നമുക്ക് ഫിഷിങ്ങിനുള്ള ചൂണ്ടയും നൂലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അവർക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ മീനിൻ്റെ തൂക്കത്തിന് വില നമ്മൾ വാങ്ങും, മീൻ കിട്ടിയാൽ. പിന്നെ അവർക്ക് ഇതൊരു കുടുംബ വിനോദ ഒരു കേന്ദ്രമായിട്ടാണ് ഡാഡി ഇതിനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോട് ചുറ്റുമുള്ള ഈ ഏകദേശം ഒരു 4 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിൽ ഇത് വരുന്നത്. ഈ 4 ഏക്കർ സ്ഥലത്ത് നമുക്കൊരു ബാംബു പാർക്കുണ്ട്. എത്ര ചൂടുള്ള സമയത്ത് ഇവിടെ വന്നാലും നമുക്ക് നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതിനകത്തുള്ളത്. പ്രത്യേകിച്ച് യുവമിഥുനങ്ങളാണ് കൂടുതൽ ഇവിടെ വരുന്നത്. കപ്പിൾസായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത് അവധി ദിവസങ്ങളിലൊക്കെ. ഒത്തിരിയേറെ പേര് ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്ത് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഈ സംഭവത്തിൽ കേട്ടറിഞ്ഞ് വരാറുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇങ്ങനെയൊരു ബാംബു പാർക്ക് ഇവിടെ അല്ലാതെ വേറെ ഇവിടെ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ബാംബു പാർക്ക് തന്നെയാണ്. വയനാട് ജില്ലയിൽ ഈ സ്വിമ്മിംഗ് അക്കാദമി ആയിട്ട് ഇവിടെ മാത്രമല്ലേ? സ്വിമ്മിംഗ് അക്കാദമി പലതുമുണ്ട്. പക്ഷേ ഇതേപോലെ ഇത്രയും സൗകര്യങ്ങളുള്ള സ്വിമ്മിംഗ് അക്കാദമി വേറെ ഇവിടെ ഇല്ല. കാരണം നമ്മളിവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന നല്ല വെള്ളത്തിൽ തന്നെയാണ്. മറ്റത് 2 അടി വെള്ളത്തിലും 3 അടി വെള്ളത്തിലും 2 അടി വെള്ളത്തിലൊക്കെയാണ് പിള്ളേരെ പഠിക്കുന്നത്. ഇവിടെ പഠിച്ച പിള്ളേർക്ക് എത്ര വെള്ളത്തിലും ഇറങ്ങി നീന്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാവിധ ടെക്നിക്കുകളും നമ്മൾ ഉപയോഗിച്ചാണ് പിള്ളേരെ നീന്തൽ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യോഗ ഫസ്റ്റ് നമ്മൾ നീന്തൽ പഠിക്കാൻ വരുന്ന പിള്ളേരെ ഒരു 15 മിനിറ്റിനോളം എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അവരെ വെള്ളത്തിൽ നീന്താൻ ഇറക്കുന്നത്. അപ്പോൾ യോഗയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നീന്തലിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ്. ശ്വാസം എടുക്കുന്നതും വിടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നീന്തലിന് വേണ്ടിയുള്ള യോഗ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് കൊടുത്ത് ഈ രീതിയിൽ നീന്തൽ കല വികസിപ്പിച്ചെടുത്തത് നമ്മുടെ ജോണിയേട്ടൻ തന്നെയാണ്. ഡാഡി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോണിയേട്ടനാണ് ഈ ടെക്നിക്സുകളെല്ലാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നീന്തൽ കുടുംബ ബുക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ജോണിയേട്ടൻ എഴുതിയിരിക്കുന്ന പുസ്തകം. അതായത് ആധികാരികമായിട്ട് നീന്തലിനെ കുറിച്ചൊരു പുസ്തകം ഇന്നിപ്പം മലയാളത്തിൽ കേരളത്തിൽ ലഭ്യമല്ല. അതിന് പകരമായിട്ടാണ് അതിനൊരു പരിഹാരമായിട്ടാണ് ജോണിയേട്ടൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. കുടുംബ വിനോദ നീന്തൽ കല എന്ന് പറഞ്ഞൊരു പുസ്തകം. നീന്തലിനെ കുറിച്ച് ആധികാരികമായിട്ട് പ്രതിപാദിച്ച ആദ്യത്തെ ഒരു പുസ്തകമാണ് ജോണിയേട്ടൻ്റെ ഈ പുസ്തകം. എനിക്ക് തോന്നുന്നു ഒരു 60 വർഷത്തിൽ കൂടുതൽ ഡാഡിക്ക് ഇതിനകത്ത് പഠിച്ചതിന് ശേഷം റിസർച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനും പ്രേരണ വന്നിരിക്കുന്നത്.
ഡാഡിക്ക് ഇപ്പോൾ ആരോഗ്യപരമായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിലാണ്. ഇപ്പോൾ ഈ നിങ്ങൾ വന്നുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പെർമിഷനോട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഡാഡി തന്നെ വിശദീകരിച്ചാനെ. എന്നെ അനുവദിച്ചാൽ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യും. ഡാഡിയുടെ അനാരോഗ്യം കാരണമാണ് ഇപ്പം ഡാഡി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ റെസ്റ്റിലൊക്കെയാണ്. അപ്പം എന്നാലും തന്നെ ഡാഡിയുടെ ഫുൾ സപ്പോർട്ടും ഡാഡിയുടെ ആത്മാവും എന്താ പറയുക, ഡാഡിയുടെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയാണ്. ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഡാഡിക്ക് ഇവിടെ വരാത്തതുകൊണ്ട് ഡാഡി ഒത്തിരിയേറെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇന്നിപ്പം ഡാഡിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മാത്രമാണ് ഡാഡിയുടെ ഒരു വലിയ ആഗ്രഹം ഡാഡിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയല്ലേ? ഡാഡി വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ആശാനായിട്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ വരുമോ? തീർച്ചയായിട്ടും വരും. നമുക്കെല്ലാവർക്കും ഡാഡിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡാഡി വീണ്ടും ആരോഗ്യത്തോട് വന്നിട്ട് ആശാനായിട്ട് കുട്ടികളെ മുതിർന്നവരെ നീന്തൽ പഠിപ്പിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഡാഡി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ നീന്തൽക്കുളവും മറ്റുള്ള ഇതിനോട് നീന്തൽ പാർക്കും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഡാഡി ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞ ഞാൻ സാമ്പത്തിക സഹായം ചെയ്തിട്ട് നടക്കണമെന്ന് ഉദ്ദേശമില്ല. എന്നിരുന്നാൽ പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് പേര് സാമ്പത്തികമായ നേട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിച്ചാണ്. ഡാഡി തന്നെയാണ് ഇതിനകത്ത് ഓരോ കൊട്ട ചെളിയും വാരിയേക്കുന്നത്. 20 വർഷത്തോളം ഡാഡിയുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ കുളം ഈ രീതിയിലാക്കിയേക്കുന്നത്. ശരിയാണോ? ശരി. 20 വർഷത്തെ ഡാഡിയുടെ അധ്വാനത്തിൽ കാണുന്ന കുളങ്ങളെല്ലാം. പുഴ, തോട് തുടങ്ങിയ തുറന്ന ജലാശയങ്ങളിൽ നീന്തുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. ഇത്തരത്തിലുള്ള അംഗീകാരമുള്ള സ്വിമ്മിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് നീന്തുന്നതാണ് സുരക്ഷിതത്വം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നീന്തുന്നതും സുരക്ഷിതമല്ല. കാരണം ഇവരെ പോലെയുള്ള ട്രെയിനേഴ്സ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. ഇവിടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫുള്ള് സേഫ്റ്റിയാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, ഇതിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ ചീങ്കണ്ണി മുതല തുടങ്ങിയവയുടെ ശല്യങ്ങളൊന്നുമില്ല. പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ജീവികളുടെ ഉപദ്രവം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴമൊന്നും ഒരിക്കലും നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സുരക്ഷിതമായി മാത്രം നിങ്ങളെല്ലാവരും നീന്തൽ പഠിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അക്കാദമിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ, കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് നീന്തൽ പഠിക്കുന്നുണ്ട്. അതിൽ സ്റ്റുഡൻസ് ആയവരുണ്ട്, വലിയ ആൾക്കാരുണ്ട്. ഇപ്പം വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വരിക, കാര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പ്രത്യേകിച്ച് ചൂടുള്ള ഈ സമയത്ത് ഒന്ന് കൂളാകാനും ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.